ആദ്യമായിട്ടാണോ വോട്ട് ചെയ്യുന്നത്? അതെ. കന്നി വോട്ടാണോ? അന്ന് കാണിച്ചേ, എല്ലാവരും ഇങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പൊ ചെറിയ നാണമാണെന്ന് തോന്നുന്നു. കന്നി വോട്ടാണ്, കന്നി പ്രതികരണമാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വയനാട് തമിഴ്നാട് അതിർത്തിയായ ചെട്ടിയാലത്തൂർ എന്ന ആദിവാസി ഗ്രാമത്തിലാണ്. ഏതാണ്ട് 139 വോട്ടർമാർ മാത്രം ഉള്ള വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന ചെട്ടിയാലത്തൂർ ഗവൺമെന്റ് LP സ്കൂളാണ് ഇത്. ഇവിടെ സായുധ പോലീസ് സംഘത്തിന്റെ അകമ്പടിയിലാണ് വോട്ടിംഗുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. നേരത്തെ മാവോയിസ്റ്റ് ഭീഷണി അടക്കം നിലനിന്നിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളുമായി സുരക്ഷാ ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഇവിടെ സജ്ജരാണ്. അതായത് കാടിനുള്ളിലേക്ക് ഏതാണ്ട് 2-2.5 കിലോമീറ്റർ വനത്തിനുള്ളിലാണ് ഈ LP സ്കൂൾ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വലിയ കഷ്ടപ്പാടിലൂടെ മാത്രമേ വാഹനങ്ങളിലാണെങ്കിൽ പോലും ഇവിടേക്ക് എത്താൻ കഴിയുള്ളൂ. സാഹസികമായ ഒരു യാത്ര തന്നെ വേണ്ടിവരും ഇവിടേക്ക് എത്തപ്പെടാൻ. കാരണം അത്രമാത്രം ദുഷ്കരമായ കാട്ടുപാതയിലൂടെ വേണം ഈ LP സ്കൂളിലേക്ക് എത്താൻ. 139 വോട്ടർമാർ എന്ന് പറയുമ്പോൾ അത് ഈ ആദിവാസി ഊരുകളിൽ നിന്നുള്ള വോട്ടർമാരാണ്. അവരെ ഈ ജനാധിപത്യത്തിന്റെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കി ഇവിടെ വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത് തന്നെ വളരെ ശ്രമകരമായ ദൗത്യമാണ്. എന്തായാലും വയനാട്ടിന്റെ ഏറ്റവും അതിർത്തി മേഖലയിൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലത്താണ് ഈ പോളിംഗ് ബൂത്ത് ഉള്ളത് എന്നതാണ് അതിന്റെ പ്രത്യേകതയും. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ സജ്ജമാണ്. സായുധ സംഘം തന്നെയാണ് ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. 1 വോട്ടർ അല്ലെങ്കിൽ 2 വോട്ടർ അങ്ങനെയൊക്കെ മാത്രമാണ് വോട്ടർമാർ ഇവിടേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി രാവിലെ മുതൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ദീർഘദൂരം നടന്നു വേണം ഈ സ്കൂളിലേക്ക് എത്താൻ. വലിയ വെയിലാണ്, ചുട്ടുപൊള്ളുന്ന വെയിലാണ് രാവിലെ മുതൽ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നത്. കടന്നു വരുന്ന വഴികളിലൊക്കെ ചെറിയ ചെറിയ ബൂത്തുകൾ കെട്ടിയിട്ടുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവിടെ ഈ 1-2 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ. കാരണം കാട്ടാനകളുമൊക്കെ വരുന്ന വനപ്രദേശമാണ്. അതുകൊണ്ട് ഒത്തിരി നേരം അവിടെ തനിച്ചിരിക്കുക എന്ന് പറയുന്നത് പാർട്ടി മുന്നണിയുടെ പ്രവർത്തകർക്കും കഴിയുന്ന കാര്യമല്ല. മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമൊന്നും ആ കടന്നു വരുന്ന വഴികളിലില്ല. അതുകൊണ്ട് വലിയ തരത്തിലുള്ള അത്തരത്തിലുള്ള പ്രചാരണങ്ങളോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒന്നും ഇവിടെ നടക്കുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഓരോ മുന്നണിയുടെയും പ്രവർത്തകർ ഇവിടെ ഈ ഊരുകളിലെത്തി വോട്ടർമാരെ സന്ദർശിച്ച് വോട്ട് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുമ്പോട്ട് പോയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ ജീവനക്കാരുണ്ട്. അതോടൊപ്പം ഏതാനും ചില വോട്ടർമാർ അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയും. അവർ ആ വോട്ടിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തേക്ക് വരുന്ന മുറയ്ക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്കൂടെ കടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഈ വലിയ തരത്തിലുള്ള, അതായത് ഈ കാടിനുള്ളിലേക്ക് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മറ്റും സഹായത്തോടെയാണ് മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തുന്നത് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. കാരണം അത്രമാത്രം ഉള്ളിൽ ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വനമേഖലകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സ്ഥലം, അത് വ്യത്യസ്തമായ ഒരു അനുഭവം, സാഹസികമായ ഒരു ദൗത്യം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രമാത്രം വനത്തിനുള്ളിലേക്ക് കയറി വളരെ സാഹസികമായ ഒരു യാത്രയ്ക്കൊടുവിൽ ഈ ചെട്ടിയാലത്തൂരിലെ LP സ്കൂളിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് വളരെ ദുഷ്കരമായ ഒരു ദൗത്യമായി തന്നെ മാറുകയാണ്. എന്തായാലും ഇവിടെയും ജനാധിപത്യം നിലകൊള്ളുന്നു, അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥതയിൽ അവർ വോട്ട് രേഖപ്പെടുത്തി അവരുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ ഉള്ള അവസരം ലഭിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ വൈവിധ്യം. അത് തന്നെയാണ് അതിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതും. കാരണം അത്രമാത്രം, ഒരുപക്ഷെ അത് കണ്ട് തന്നെ മനസ്സിലാക്കണം, ഈ നഗരത്തിന്റെ അല്ലെങ്കിൽ ടൗണിന്റെ എല്ലാ തിരക്കുകളുമൊക്കെ ഒഴിഞ്ഞ് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ രാവിലെ മുതൽ ഞങ്ങൾ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ മണിക്കൂറുകളായി ക്യൂവിൽ നിൽക്കുന്ന വോട്ടർമാരെ കാണാമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരാൾ അല്ലെങ്കിൽ 2 പേർ അങ്ങനെ മാത്രം എത്തിയാണ് അവരൊക്കെ വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തിനുള്ളിൽ 2 പേർ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി വൈകാതെ തന്നെ പുറത്തേക്ക് വരും. ഉദ്യോഗസ്ഥരൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിജയകരമാക്കി പൂർത്തിയാക്കുന്നതിന് വേണ്ടി അവരുടെ ചുമതലകളുടെ ഭാഗമായി കൃത്യമായി തന്നെ എല്ലാ സ്ഥലങ്ങളിലും നിലയുറപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ഇവിടെ വിശ്രമിക്കുന്ന ഒരു വനിതയുണ്ട്. വോട്ട് ചെയ്തോ? പേരെന്താണ്? ശാന്തിനി. എവിടെയാ താമസിക്കുന്നത്? ഇവിടെ താഴെ വീട്ടിപ്പുര കോളനി. ഇവിടെ എല്ലാ മുന്നണികളും എത്തിയായിരുന്നു? വോട്ട് ചോദിച്ചുകൊണ്ട് എല്ലാവരും എത്തിയിരുന്നു?
കുറച്ച് പേരൊക്കെ ചെയ്തു പോയി. ആണോ? ഇനി കുറച്ച് പേരെ വരാനുണ്ട്. കുറച്ച് പേര് ഇവിടെ ഉള്ളൂ. ഈ രാവിലെയാണോ തിരക്ക് ഇവിടെ അതോ ഉച്ച കഴിഞ്ഞാണോ? രാവിലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഇങ്ങനെ 2-3 അങ്ങനെയൊക്കെ വരാറുള്ളൂ അല്ലേ വോട്ട് ചെയ്യാനായിട്ട്? വരും. ഓരോ കോളനിയിൽ നിന്ന് ഓരോ ടീമായിട്ട് അങ്ങനെ വരും. ഓരോ കോളനിയിൽ നിന്ന് വരുമ്പോൾ അവർ എല്ലാവരും ഒരുമിച്ചും കൂടി ഒരു ടീമായിട്ട് അങ്ങനെ വരും. ഇവിടെ മറ്റേ സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ. നിങ്ങളൊക്കെ ഇവിടുത്തെ ജീവനക്കാരാണോ? ഹരിതകർമ്മസേനന്റെ വർക്ക് നിങ്ങൾക്ക് വോട്ട് എവിടെയാണ്? വോട്ട് നെന്മീൻകുന്ന്. ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? ഇതിന്റെ 12ാം വാർഡ്. അവിടെയും 12ാം വാർഡ് പകുതിയുണ്ട്, ഇവിടെ കുറച്ച് ഭാഗം. ഇവിടേക്ക് എത്തുന്നത് എങ്ങനെയാണ് നിങ്ങൾ? ഞങ്ങൾ വണ്ടി വന്നിരുന്നു കൂട്ടാനായിട്ട് വണ്ടി. ഓക്കെ. അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരാൾ അല്ലെങ്കിൽ 2 പേർ അങ്ങനെയൊക്കെ ഈ ആദിവാസി ഊരുകളിൽ നിന്ന് എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പേർ വോട്ട് ചെയ്ത് കഴിഞ്ഞുവെന്നാണ് ആ വോട്ടർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വയനാടിനെ സംബന്ധിച്ച് ഒരുപാട് പ്രകൃതി രമണീയമായ സൗന്ദര്യം കൊണ്ട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വയനാട്. ആ വയനാട് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലത്താണ് ചെട്ടിയാലത്തൂർ എന്ന ഗ്രാമം. ഇവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് കടക്കുകയാണ്. അവിടെയാണ് 139 വോട്ടർമാർ മാത്രമുള്ള ഈ LP സ്കൂൾ. അവിടേക്ക് വോട്ട് രേഖപ്പെടുത്താനായി വിവിധ ഊരുകളിൽ നടക്കം എത്തുന്ന ആളുകളാണ് കടന്നു വരുന്നത്. ഒരുപക്ഷെ നമ്മുടെ ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കുന്നതും ഇത്തരത്തിൽ ഗ്രാമങ്ങളിൽ ആണ് ഇന്ത്യ കുടികൊള്ളുന്നത് എന്ന എപ്പോഴും ഉയർത്തിപ്പറയുന്ന ആപ്തവാക്യം അത് ശരിവെക്കുന്ന തരത്തിൽ വിസ്മയം തീർക്കുകയാണ് ചെട്ടിയാലത്തൂർ എന്ന ഗ്രാമവും ഇവിടേക്ക് വോട്ട് രേഖപ്പെടുത്താനായി എത്തിക്കൊണ്ടിരിക്കുന്ന ഈ വോട്ടർമാരും. എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ലൈവ് വെബ്കാസ്റ്റിംഗ് അടക്കം തയ്യാറാക്കിക്കൊണ്ട് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ ഇവിടേക്ക് വോട്ട് ചെയ്യാൻ എത്തുന്ന വോട്ടർമാർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് വോട്ട് ചെയ്ത് മടങ്ങുന്നതിനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം തമിഴ്നാട് സ്പെഷ്യൽ പോലീസിന്റെ സാന്നിധ്യവും ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ്. കാരണം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുൻപ് ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള മാവോയിസ്റ്റ് ഭീഷണി അടക്കം നിലനിന്നിരുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ കേരള പോലീസിന്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന് പുറമെ തമിഴ്നാട് പോലീസിന്റെ സേവനവും ഈ മറുവശത്ത് സജ്ജമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിൽ ഈ പോളിംഗുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ഈ പരിശോധനകളും മറ്റ് നടപടിക്രമങ്ങളുമൊക്കെ പൂർത്തിയാക്കിയാണ് കൃത്യമായി പരിശീലനം നേടിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇതിന്റെ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ലൈവ് വെബ് ക്യാമറ സർവൈലൻസിലാണ് ഇവിടെ ഈ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും പേർ കൂടി മാത്രമാണ് ഇനി ഇവിടെ വോട്ട് രേഖപ്പെടുത്താനുള്ളത് എന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നടക്കം നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വയനാടിനെ സംബന്ധിച്ച് ഏതാണ്ട് 14,64,972 വോട്ടർമാർ ഉള്ളതിൽ ഇതുപോലെ ആദിവാസി ഊരുകളിൽ തികച്ചും ഗ്രാമീണമായ സാഹചര്യത്തിൽ അടക്കം വോട്ട് ചെയ്യാൻ എത്തുന്ന ആളുകളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായ വലിയ വാർത്തകളുണ്ട്. അവരെ സ്വാധീനിക്കാനായി ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കിറ്റ് കൊടുത്തവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നു. അത് വലിയ തരത്തിൽ ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ഊരുകളിൽ നിന്ന് എത്തുന്ന ആളുകൾക്ക് വോട്ടർമാർക്ക് ഇവിടെ കൃത്യമായി എല്ലാ സുരക്ഷകൾക്കും നടുവിൽ ഈ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ഇടയിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അത് എല്ലാ മുന്നണികളും ഒരുപോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പറഞ്ഞു പറ്റിക്കുകയാണ് എന്ന ആക്ഷേപം അത് ഭരണകക്ഷിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്നു. പക്ഷേ ഇത്രയും അധികം നാൾ ഇവിടെ ഭരിച്ചിട്ടും എന്താണ് പ്രതിപക്ഷത്തിന് അവിടെ നേരത്തെ ഭരിച്ചിരുന്ന കാലത്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നത് എന്ന ആക്ഷേപമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനൊക്കെ ഇടയിലേക്കാണ് BJPയും കടന്നു വന്ന് വലിയ തരത്തിൽ ഗോത്രവിഭാഗങ്ങളെ ചൂഷണം ചെയ്യുന്ന നിലപാടായിരുന്നു ഇടത് വലത് മുന്നണികളുടേത് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. അതിനിടയിലാണ് കൃത്യമായി ഈ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ആരെ പിന്തുണയ്ക്കണമെന്ന കാര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി അവർ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നത്. എന്താണ് പേര്? ആദ്യമായിട്ടാണോ വോട്ട് ചെയ്യുന്നത്? നാണിക്കണ്ട, പറഞ്ഞു ആദ്യമായിട്ടാണോ വോട്ട് ചെയ്യുന്നത്? കന്നി വോട്ടാണോ? അന്ന് കാണിച്ചേ എല്ലാവരും ഇങ്ങനെ കാണിക്കും. ഓക്കെ. ഏത് ഊരിൽ നിന്നാ വരുന്നത്? ഇവിടുന്ന് അടുത്താണോ? അടുത്ത. അവിടെ നിന്ന് എല്ലാവരും വോട്ട് ചെയ്ത് കഴിഞ്ഞോ? എല്ലാവരും വോട്ട് ചെയ്തോ? വോട്ട് ചെയ്യാനുള്ള എല്ലാവരും വന്നോ ഇങ്ങോട്ട്? അറിയില്ലല്ലോ. അറിയത്തില്ല. ഇല്ല. ഓക്കെ. അപ്പൊ ചെറിയ നാണമാണെന്ന് തോന്നുന്നു. കന്നി വോട്ടാണ്, കന്നി പ്രതികരണമാണ്.
ഓക്കെ, അപ്പൊ എന്തായാലും 139 വോട്ടർമാർ അവർ കൂടി ഈ പോളിംഗ് ബൂത്തിൽ എത്തി വോട്ട് ചെയ്യുമ്പോഴാണ് ഈ വയനാടിനെ സംബന്ധിച്ച് അതിന്റെ ആ വൈവിധ്യമാർന്ന ജനാധിപത്യ പ്രക്രിയ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ചെട്ടിയാലത്തൂരിൽ നിന്നും ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.